നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും എന്റെ സൂയിസൈഡ് അറ്റംപ്റ്റിനെ പറ്റി ചോദിക്കും. അതെനിക്ക് ചമ്മല. നിനക്കിപ്പോ ചമ്മലൊന്നും വേണ്ട. അധികം വൈകാതെ ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് ചെന്ന് കേറാനുള്ളവളല്ലേ നീ. മാഡത്തിന്റെ മകനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. മുത്തശ്ശ, ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നത് മുത്തശ്ശ, മുത്തശ്ശന്റെ മനസ്സിലെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഞാൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ തന്നെയാ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നത്. ഗോപികയ്ക്കും അഞ്ജതയ്ക്കുമൊപ്പം ജാനകി മാഡത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമാകാൻ, ആ വീട്ടിലെ മരുമകളാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാഡത്തെയും വീട്ടുകാരെയും നമുക്കറിയാവുന്നതല്ലേ. എത്ര നല്ല ഹൃദയങ്ങൾക്ക് ഉടമകളാണ് മാഡവും മുത്തശ്ശിയും ആ വീട്ടിലുള്ളവരും. നമ്മുടെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് നമുക്കത് ബോധ്യപ്പെട്ടതല്ലേ. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. എനിക്കായിട്ട് ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാ പൂജാമുറി പോയി ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്കൊരു വഴി കാട്ടണമെന്ന് ഞാൻ ദേവിയോട് മനോരുകി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദേവി കാണിച്ചെന്ന വഴിയായത്. ഇത് തന്നെയാ ശരിയായ മാർഗം. ഈ വിവാഹം നടക്കേണ്ടത് തന്നെയാ. മാഡത്തിനിപ്പോ സമാധാനായില്ലേ? സന്തോഷായില്ലേ? മോളെ, മോളെ, അമ്മേ, മോളെ, നിന്നെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ടല്ല, മകളായിട്ട് സ്വീകരിക്കുന്നത്. ഞാനായിട്ട് നിങ്ങളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചു. അതിനെല്ലാം മാപ്പ്. ഏയ്, അതൊക്കെ മറന്നേക്ക്. ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ദേവികയുടെ ജീവിതത്തെക്കുറിച്ച് ആരെന്ത് തീരുമാനം എടുത്താലും അതിനേക്കാൾ പ്രാധാന്യം ദേവികയുടെ തീരുമാനമാണ്. ദേവിക ഇപ്പോ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവളാ ദേവിക. മുത്തശ്ശി പറഞ്ഞ പോലെ ദേവികയുടെ സാമീപ്യം കൊണ്ട് സിദ്ധാർത്ഥിന്റെ അസുഖം ഭേദമാവട്ടെ. ഇവൾക്ക് നല്ലൊരു ജീവിതം ഈശ്വരൻ കൊടുക്കട്ടെ. അച്ഛനിപ്പോഴും എതിർപ്പിലാണെന്ന് തോന്നുന്നു. മുത്തശ്ശന് വിഷമം കാണും മാഡം. മുത്തശ്ശനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങളാരും സിദ്ധാർത്ഥനെ കണ്ടിട്ടില്ലല്ലോ. നാളെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് സിദ്ധാർത്ഥന്റെ പേരിൽ ഒരു നേർച്ച നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാരും നാളെ അവിടെ വരണം. അവിടെ വെച്ച് സിദ്ധാർത്ഥനെ ഞങ്ങൾ പരിചയപ്പെടുത്താം.
എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല മാഡം, ഒരു ചായ പോലും കുടിക്കാതെ? ഏയ്, ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഈ സന്തോഷം വീട്ടിൽ പോയി എല്ലാരെയും അറിയിക്കണം, അല്ലേ അമ്മേ? അതെ അതെ. എന്നാ മോളെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ലല്ലോ. വീട്ടിൽ ചെന്നിട്ട് ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം. വാ ജാനകി. എന്താ അമ്മ, എന്താ കാര്യം? മോളെ, ഇനി നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ പ്ലാൻ എല്ലാം വിജയിച്ചു. സത്യമാണോ അമ്മ പറയുന്നത്? പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര സന്തോഷം. അമ്മ കാര്യം തെളിച്ചു പറ. ദേവികേച്ചി സിദ്ധാർത്ഥേട്ടനോടുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? സമ്മതിച്ചു. ഉറപ്പാണോ? ഇനി പുള്ളിക്കാരി വാക്ക് മാറിയൊന്നുമില്ലല്ലോ? എടി, എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അവള് സമ്മതിച്ചത്. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് നേരിട്ട് കാണായിരുന്നു. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നാ എല്ലാരും എന്റെ സൂയിസൈഡ് അറ്റംപ്റ്റിനെ പറ്റി ചോദിക്കും. അതെനിക്ക് ചമ്മല. നിനക്കിപ്പോ ചമ്മലൊന്നും വേണ്ട. അധികം വൈകാതെ ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് ചെന്ന് കേറാനുള്ളവളല്ലേ നീ. അപ്പൊ ഈ ചമ്മലൊക്കെ മാറ്റിവെച്ച് എല്ലാവരോടും സഹകരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും ഇപ്പഴേ ഒരു സമാധാനമായത്. എനിക്കും. ഇനി സൂക്ഷിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നമുക്ക് നോക്കണം. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. എന്റെ മനസ്സിലും അത് തന്നെയാ. അല്ലമ്മേ, സിദ്ധാർത്ഥേട്ടൻ ദേവികേച്ചി വിവാഹം കഴിക്കാൻ പോണെന്ന് അറിഞ്ഞ ഭദ്രേട്ടൻ വെറുതെ ഇരിക്കോ? അയാൾ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അല്ല, അതവിടെ നിക്കട്ടെ. എനിക്ക് അത്ഭുതം ദേവികയുടെ മനസ്സ് മാറിയതില്ല. ചേച്ചിയുടെ മനസ്സ് മാറിയേ തീരൂ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ജീവമരണ പോരാട്ടം നടത്തിയത്. എന്താ ഇത്ര വലിയ വർത്തമാനം ചിരിയും? എന്താ അമ്മയ്ക്കും മോൾക്കും ഇത്ര വലിയ സന്തോഷം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.